ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്കും അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരമായിരുന്നു നമ്മൾ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കായിരുന്നു, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കണം. അതിന് വേണ്ടിയിട്ട് റൈസ് കുക്കിലാണ് വെക്കണത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഗ്യാസിൽ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴാണ് ഇനി കുട്ടികൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടേ. അപ്പോൾ ഇന്ന് രാവിലത്തെ കടിയൊന്നും ബാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വിചാരിച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഫൈഹയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഉള്ള ദിവസം അവൾ അതന്നെ കഴിച്ചോളും. പിന്നെ വല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സായിട്ട് മാങ്ങ, ഓറഞ്ച്, മുന്തിരി, പിന്നെ ഒരു ക്യാരറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കില്ല ക്യാരറ്റ്, പക്ഷെ ഫൈഹ കഴിക്കാറുണ്ട് കേട്ടോ. ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ്, എങ്ങനെയാണ് സ്കൂൾ വിട്ട് വരുന്നത് ആ ഒരു മൂഡ് അനുസരിച്ചിട്ടാണ് കഴിക്കലും എല്ലാം കേട്ടോ. നമ്മൾ റെഡിയാക്കി വെക്കുക, ചിലപ്പോൾ കഴിക്കും, കഴിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കി കൊടുക്കണം, അങ്ങനെയാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചോറ് അവിടെ തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് സെറ്റാക്കി 2 പ്ലേറ്റിലാക്കി മൂടി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ മൂഡ് അനുസരിച്ച് കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ അതിനൊന്നും നേരം കിട്ടില്ല. വിശന്ന് വെപ്രാളായിട്ടാണ് വരിക കേട്ടോ. പിന്നെ അങ്ങനെ കുളിച്ച് വേഗം ഭക്ഷണം കഴിക്കാതിരിക്കുക ചെയ്യാറ്. അങ്ങനെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇറക്കി, വേവല്ല, ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റൈസ് കുക്കിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുട്ടിയൊക്കെ വന്ന് ഞങ്ങൾ മുകളിൽ കുറച്ച് നേരം, ഇന്നും വൈകുന്നേരം ഞങ്ങൾ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാറ്റായ കാരണം എല്ലാം തൂങ്ങിക്കെടുക്കുന്നുണ്ട് കേട്ടോ, വവ്വാൽ എടുക്കണ പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടി ഉണ്ടായിരുന്നു മുകളിൽ കേട്ടോ. അവളെയും കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ മുകളിൽ കുറച്ച് നേരമൊക്കെ നിന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത്. മറ്റേ ചണ്ടി ഉണ്ടല്ലോ, പാടത്ത് ചണ്ടിയുമ്പോൾ നിറച്ച് പൂവുണ്ടാവും. ഇത് ക്യാമറയിൽ വലിയ ക്ലിയർ ഇല്ല കേട്ടോ, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇങ്ങനൊരു ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു. ഡ്രസ്സ് അതിൻ്റെ ഇടയിലൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. കുട്ടി പിന്നെ അവിടെ നടക്കുന്നുണ്ട്. വെള്ളം തുറന്നാൽ പിന്നെ വെള്ളത്തിലാണ് കളി. ഇന്ന് പിന്നെ തിരുമ്പാനൊന്നും ഇല്ലാത്ത കാരണം, രാവിലെ കഴുകലൊക്കെ കഴിഞ്ഞ കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.